മാരക വിഷമായി അരളിയും അരളിച്ചെടിയും മാറുന്നുണ്ടോ? പത്തനംതിട്ട അടൂരിനടുത്ത് തെങ്ങമത്ത് കൊല്ലന്റെ വീട്ടിൽ വാസുദേവക്കുറുപ്പും ഭാര്യയും വളർത്തിയിരുന്ന പശുവും പശുക്കിടാവും മരിച്ചത് അരളിയില തിന്നിട്ടാണോ? അരളിയുടെ ഇല കഴിച്ച് പശു ചത്തുന്നൊരു വാർത്ത ഇങ്ങനെ ഇവിടെയായിരുന്നു സംഭവം അല്ലേ? ബുധനാഴ്ചയാ ഞാൻ കൊടുത്തത്. അടുത്ത വീട്ടിൽ നിന്ന് എല്ലാ വകയും തീറ്റകൾ തന്നുകൊണ്ടിരിക്കുന്നതാ. അപ്പൊ ഞാൻ ചെന്ന് എടുക്കുകയും ചെയ്യും, അവര് വിളിച്ചു തരികയും ചെയ്യും. എല്ലാം കാടി വരെ അവിടെ നിന്ന് എടുക്കുന്നതാ. അങ്ങനെ ചെടിയെല്ലാം കൂടെ വെട്ടിയിട്ടിട്ട് അതിന്റെ കൂട്ടത്തിൽ ഇത് വെട്ടിയിട്ടിരുന്നു. അപ്പൊ രാവിലെ ഒരു 10 മണിയായപ്പോ എന്നോട് പറഞ്ഞു എന്റെ തീറ്റ കിടക്കുന്ന എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ എടുത്തോണ്ട് വന്നപ്പോ അന്നൊരു പശുവിനെ കുത്തി വെക്കണമായിരുന്നു. അപ്പൊ ഡോക്ടർ വരും, അതുകൊണ്ട് ഞാൻ എളുത്തിൽ തന്നെ അങ്ങ് കെട്ടിയിരുന്നു. അല്ലെങ്കിൽ 2-3 എണ്ണത്തിനോട് കൊടുത്തു പോയി. അന്ന് രാത്രി വരെ പശു തീറ്റയെല്ലാം തിന്നു. അന്ന് രാത്രി കഴിഞ്ഞിട്ട് പശുക്കുട്ടി അന്ന് രാത്രി ഒരു 5-6 മണിയായപ്പോൾ പശുക്കുട്ടി അങ്ങ് മരിച്ചുപോയി. അപ്പോൾ ഒരു 8 മണിയായപ്പോൾ ഈ രാവിലെ കുത്തിവെച്ച് പോയ ഡോക്ടർ പറയാം, നിങ്ങളുടെ പശു രക്ഷപ്പെടാൻ സാധ്യതയില്ല, അത് അരുളി തിന്നതാ. ഞാൻ വരുമ്പോൾ അവിടെ കിടപ്പുണ്ട് അരുളി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ അസ്തമിച്ച പോലെ ആയിപ്പോയി. നിന്നിട്ടും ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ പശു വിളിച്ചു കൊണ്ട് അമ്മേന്ന് പറഞ്ഞ ഒറ്റ കരച്ചിൽ, ഒറ്റ വീഴ്ചയും വീണു. പിന്നെ പശു അങ്ങ് ചത്തു കിടന്നു. പിന്നെ ഞാൻ അന്നേരം തന്നെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നാളെ രാവിലെ ഞാൻ വരാം, 9 മണിയാകുമ്പം വരാം, JCB എടുത്ത് കുഴി എടുത്തിട്ട് പശുവിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കണം എന്തുവാ പറ്റിയെന്ന് എന്ന് പറഞ്ഞു. കുഴി എടുത്തിട്ട് പശുവിനെ എടുത്ത് കുഴി അടിക്കാൻ കൊണ്ടുവച്ചിട്ട് ഡോക്ടർ 9 മണിയായപ്പോൾ വന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അരളി അമ്മയ്ക്ക് ആകെ എത്ര പശുക്കളാണ്? ആകെ 5 പശുവായിരുന്നു. അപ്പൊ ഈ പശുവിനും കുട്ടിക്കും മാത്രമേ അരളി കൊടുത്തുള്ളൂ. അപ്പൊ നമുക്ക് വ്യക്തമാണ് കാര്യങ്ങളെ അരളി കഴിച്ചതാണെന്ന് ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്കറിയാവുന്നാലും എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ചക്കമടലിൽ നിന്നും പറഞ്ഞ് നടക്കുക. അപ്പൊ ഈ കുത്തി വെക്കാൻ വന്നപ്പോഴേ കണ്ടു ഇത് എന്റെ മുന്നിൽ കിടക്കുന്നത്. ഇത് കിടക്കുന്ന കണ്ടു എന്റെ മുന്നിൽ. അങ്ങനെ അവര് പറഞ്ഞതാ, എനിക്കറിയത്തില്ലായിരുന്നു. ഇവര് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പശുവിന് വിഷമുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് ഇത്രയും പെട്ടെന്ന് കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞു. വിളിച്ചു പറഞ്ഞപ്പം കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ തള്ള മരിക്കുന്നെന്ന് പറയുന്നു. കുഞ്ഞ് അന്നേരം അങ്ങ് മരിച്ചു. ഞാൻ വെള്ളച്ചറയിൽ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞ് 1 മണിക്കൂറിനകം അങ്ങ് മരിച്ചു. വയറ് വീർത്ത് മുട്ടി നല്ലൊരു പെൺകുട്ടിയായിരുന്നു. എല്ലാം ഇവിടെ പ്രസവിച്ച കാളക്കൊമ്പനായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെ മേടിച്ചതാ. ഇതിനെ മേടിച്ചിട്ട് 3 മാസമേ ആയുള്ളൂ. ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്, ഈ അടുത്ത വീട്ടില് പുരുഷൻ വന്നിട്ട് കുറച്ച് ചെടികളെല്ലാം കൂടെ വെട്ടി വെച്ചിട്ട് പശുവിന് കൊടുക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. അതിൽ അരളി ഉണ്ടെന്ന് അറിഞ്ഞില്ല, അരളി ഉൾപ്പെടെ കൊണ്ടുവന്ന് പശുവിന് കൊടുത്ത്. അപ്പോൾ പശു ആദ്യം പശുവിനും കിടാവും കഴിച്ചു. കിടാവ് അന്ന് തന്നെ മരിച്ചു. പശു അതിൻ്റെ പിറ്റേ ദിവസമാണ് മരിക്കുന്നത്. നിന്നല്ലേ വീണങ്ങ് മരിക്കുകയാണ് ഉണ്ടായത്. അവർ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടർ സ്ഥിരീകരിച്ചു, ഈ അരളി തിന്നിട്ടാണെന്ന് സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളതിനെ കുറിച്ച് പറയാം. പശുവിനെ കറക്കുന്നതായിരുന്നു. 10-15 ലിറ്റർ പാല് കിട്ടുന്ന, പ്രസവിച്ചിട്ട് 3 മാസമേ ഉള്ളൂ. അതായിരുന്നു ഒരു ഉപജീവന മാർഗമായിരുന്നു. ആകെയുള്ള ഒരു ഉപജീവന മാർഗമായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. കാഴ്ചക്ക് ബുദ്ധിമുട്ട്. എനിക്ക് കാഴ്ച 2 കണ്ണിനും കാഴ്ചയില്ല. ഭാര്യ മാത്രമേ കഷ്ടപ്പെട്ട് ഇതിനെ വളർത്തുന്നതും തീറ്റ കൊടുക്കുന്നതുമെല്ലാം വളരെ ബുദ്ധിമുട്ടിലായി പോയി. പെട്ടെന്നുണ്ടായ ഒരു അപകടമായി പോയി. ഇപ്പൊ നമുക്ക് വളരെ വ്യക്തമാണ്, മാരകമായ വിഷമുള്ള അരളിയുടെ ഇല കഴിച്ചിട്ട് തന്നെയാണ് പശുവും പശുക്കിടാവും മരിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഡോക്ടർ സ്ഥിരീകരിച്ചതുമാണ്.